ചൈനയിലെ ഒരു ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാനുള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ചൈനയിലെ ലോക്കൽ മാർക്കറ്റിൽ എന്തൊക്കെയാ സാധനങ്ങൾ കിട്ടുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് സ്ട്രോബെറി ഷുഗർ സിറപ്പിനകത്ത് മുക്കിയിട്ട് വിൽക്കുന്ന ഒരു അപ്പാപ്പനെയായിരുന്നു. അതിനുശേഷം ഞാൻ മീനിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ. ഇത് ഫ്രഷായിട്ട് മീൻ കിട്ടുന്ന സ്ഥലങ്ങളാണ്, കടൽ മത്സ്യങ്ങളല്ല, ഇതുപോലെ വെള്ളത്തിലുള്ള ഫ്രഷായിട്ട് കിട്ടുന്നത്. ഇതാണ് ചൈനീസുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ജനുവരി 28 ആയതുകൊണ്ട് ഈ സമയമാകുമ്പോഴത്തേന് ഈ ചൈനീസുകാർ ഒരുപാട് ആമകളെ മേടിച്ച് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിറയെ ഒരുപാട് ആമകളുണ്ടായിരുന്നു ഈ ഒരു മാർക്കറ്റിൽ ഫുള്ള്. നിങ്ങൾ ഈ മീൻ മാർക്കറ്റിൽ ശ്രദ്ധിച്ചോ? ഇവിടെ ചൈനക്കാര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജീവനുള്ള ഇതുപോലെയുള്ള മീനുകളെയാണ് കേട്ടോ. ജീവനില്ലാത്ത മീനുകളെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. അതിന് ഭയങ്കര വിലക്കുറവായിരിക്കും. ഈ ചെമ്മീനുകളൊക്കെ ആണെങ്കിലും അവർ ഈ ജീവനോടെ ഈ പിടയ്ക്കുന്ന ചെമ്മീനുകളെയൊക്കെ മേടിച്ചിട്ടായിരിക്കും പോവുക. ഞാനിവിടെ കാണിച്ചു തരാവേ. ഇത് കണ്ടല്ലോ, ഈ ചെമ്മീൻ കണ്ടില്ലേ, പിടയ്ക്കുന്ന കണ്ടില്ലേ? ഈ ചെമ്മീന് ഭയങ്കര വിലയായിരിക്കും. എന്നാൽ ഇതേ ചെമ്മീന് ജീവനില്ലാത്തതിന് വെറും 10 RMB, അതായത് 100 രൂപയുള്ളൂ 1/2 കിലോയ്ക്ക്. അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഞണ്ടുകളാണ് ഈ ഒരു കവറിനകത്ത് കെട്ടിവെച്ചിട്ടുള്ളത്. ഈ കെട്ടിവെച്ചിരിക്കുന്ന ഞണ്ടുകളെല്ലാം ജീവനുള്ള ഞണ്ടുകളാണ്. ആൾക്കാരിങ്ങനെ പിടിച്ചു നോക്കുക കേട്ടോ, ജീവനുണ്ടോ ഇല്ല എന്നൊക്കെ. ഇങ്ങനെ ഈ കെട്ടി വെച്ചിരിക്കുകയാണ് ഞണ്ടുകൾ മുഴുവൻ. ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയമാകുമ്പോഴത്തേനും ഇവർ ഒരുപാട് ഞണ്ടും ആമയും ഒക്കെയാണ് മേടിച്ചിട്ട് പോവാറ്. ഇത് നോക്കിക്ക്, ഒരു കൊച്ച് ആ ഒരു മലഞ്ഞീലെന്ന് പറഞ്ഞ ഒരു മീനാണിത്. കണ്ട പാമ്പ് പോലെ ഇരിക്കും, പക്ഷെ എന്നാലും നോക്കിക്കുക, ആ കൊച്ച് ആ മീനെ വെച്ചിട്ട് കളിക്കുക. അതിങ്ങനെ പോകുക കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ പോലെ തോന്നും അല്ലേ, പാമ്പ് എഴഞ്ഞു പോകുന്നത് പോലെയോ. എനിക്കവൻ കളിക്കുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ. അവൻ ഇത് വെച്ചിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, ശരിക്കും പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെയും കൊണ്ട്. അവൻ്റെ അമ്മയും അപ്പനും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്നിട്ട് അതിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അവൻ്റെ വീഡിയോ എടുത്ത് അവന് നാണം വന്നു. അങ്ങനെ അവനവിടെ ഇരിക്കരുത്. ഇതുണ്ട്, ഈ കടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ മത്സ്യങ്ങളുണ്ട്. ഇതെല്ലാം ഇത് കണ്ടില്ലേ, ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലേ. ഇത് വേറെ തരത്തിലുള്ള കുറേ മത്സ്യങ്ങൾ ഇതുപോലെ ചില്ല് കൂടിനകത്ത് ഇട്ട് വെച്ചിരിക്കുക ജീവനോടെ. ഇതുപോലെ വെള്ളമുണ്ട്. ഇങ്ങനെയാണ് ചൈനക്കാരുടെ ഒരു പ്രത്യേകത. ഇവർ കൂടുതലും ജീവനുള്ള ഇതുപോലെ പിടയ്ക്കുന്ന മത്സ്യങ്ങളെന്ന് നമ്മുടെ നാട്ടിൽ മീൻകാരന്മാർ വിളിച്ചു പറയില്ലേ, പക്ഷേ അത് പിടയ്ക്കുന്ന മത്സ്യങ്ങളായിരിക്കില്ല. പക്ഷേ ഇവിടെ ശരിക്കും പിടയ്ക്കുന്ന മത്സ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവർ കൂടുതലും വിൽക്കുന്നത്. ഇതുണ്ടല്ലേ, ചെമ്മീനുകൾ കണ്ടില്ലേ, പിടയ്ക്കുന്ന ചെമ്മീനുകൾ. ഞാനിതിലെ ജീവനില്ലാത്ത ചെമ്മീനാണ് മേടിച്ചു കേട്ടോ. 10 RMB, 100 രൂപ 1/2 കിലോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് മേടിച്ചിട്ട് വന്നു. ഇവിടെ നോക്കുമ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്ക ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വലിപ്പമുള്ള കല്ലുമ്മക്കയൊക്കെ ഉണ്ട്. പിന്നെ അത് കണ്ണൂരായിരിക്കും കൂടുതൽ, കണ്ണൂരുകാർക്കായിരിക്കും കൂടുതൽ കായയെക്കുറിച്ച് അറിയത്തുള്ളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരനെയും കാണാൻ പറ്റി. ഇതുണ്ടല്ലേ, ഇതും കല്ലുമ്മക്കയുടെ കുറേ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇത് കൊമ്പും മീശയൊക്കെ ഉള്ള മീനുകളൊക്കെയാണ്. എന്തെല്ലാം തരത്തിലുള്ള മീനുകളാണോ. ഇതുണ്ടോ, ഈ കടയിലെയും ആമ കണ്ടില്ലേ, ഇറങ്ങിപ്പോയി. അയാൾ ആമയുടെ തലക്കിട്ട് ഒരു അടി കൊടുത്തു കേട്ടോ. അന്നിപ്പോൾ ആമ പിന്നെയും വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആമ പിന്നെയും അത് മെല്ലെ ചാടി അപ്പുറത്തെ മീനിൻ്റെ കുളത്തിനകത്ത് പോയിട്ട് പിന്നെയും ചാടി കേട്ടോ. ഇവിടെയും വരാലെന്ന് പറഞ്ഞ മീനുകൾ ഒരുപാട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആമയും ഉണ്ട്. എല്ലാം വെള്ളത്തിൽ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കടക്കാരിയുടെ ആമയെ എഴുന്നേറ്റ് പോകുന്നു. നോക്കിക്ക്, പുള്ളിക്കാരത്തിയുടെ ഇതെല്ലാം നിറയെ ആമകളാണ്, പല വലിപ്പത്തിലുള്ള. ആമ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ആമയ്ക്ക്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തി വരുന്നുണ്ട്, പിടിച്ചിടാൻ വേണ്ടി വരുന്നുണ്ട്. പിടിച്ച് പുള്ളിക്കാരത്തി ആ വെള്ളത്തിനകത്ത് കൊണ്ടിട്ടു. അയ്യോ, അങ്ങനത്തെ രസകരമായ കാഴ്ചകളാണ്. ഇതെല്ലാം മലഞ്ഞീലെന്ന് പറഞ്ഞ മീനുകളാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ പാമ്പിനെ കണ്ടോ? ഈ ഒരു പാമ്പേ ഉള്ളെന്നേ വെറുതെ ആൾക്കാർ പറയുക, ചൈനയിലെ മാർക്കറ്റിൽ പോയാൽ ഫുള്ള് പാമ്പാന്ന് വെറുതെ പറയുന്ന, അങ്ങനൊന്നും ഇല്ല. കണ്ടില്ലേ അമ്മച്ചിമാരൊക്കെ, വയസ്സായ അമ്മച്ചിമാരുടെ വലിയ വലിയ കുഞ്ഞു കുഞ്ഞു വണ്ടിയിലൊക്കെ വരുന്നത്. ഇത് കണ്ടില്ലേ ഒരു സാധനത്തിന് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പാപ്പൻ എന്നോട് ചോദിക്കാം നിങ്ങൾ ഏത് നാട്ടുകാരാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ലോട്ടസിൻ്റെ റൂട്ടാണ് കേട്ടോ. ഇത് ചൈനീസുകാർ ഒരുപാട് കഴിക്കാറുണ്ട്, നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ലോട്ടസ് റൂട്ട്? എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുള്ളി കഴിക്കാറുണ്ട്. അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. എവിടെ നോക്കിയാലും ഒരു സുന്ദരി പെൺകുട്ടികളെ കാണാമല്ലോ. പിന്നെ ഇവിടെ അപ്പാപ്പന്മാരും അമ്മച്ചിമാരും ഒക്കെ കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. ലോട്ടസ് റൂട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ, എല്ലാ പച്ചക്കറിയും ഉണ്ട് കേട്ടോ ചൈനയിൽ. നല്ല ഫ്രഷായിട്ടുള്ള ബീൻസൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഫ്രഷാണ്. നല്ല വള്ളിപ്പയർ, എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ ലഭ്യമാണ്. ശരിക്കും ഇതുണ്ടോ വെളുത്തുള്ളിയുടെയൊക്കെ നമുക്ക് നാട്ടിലും ഇപ്പോൾ കിട്ടുമല്ലോ, ചൈനീസ് വെളുത്തുള്ളി എന്നും പറഞ്ഞുകൊണ്ട് വലിയ വെളുത്തുള്ളി കിട്ടുമല്ലോ. സബോളയൊക്കെ ഭയങ്കര വലിപ്പം കേട്ടോ. ഞാൻ സബോള കാണിച്ചു തരാം. പിള്ളേരൊക്കെ അവിടെ കൂടെ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂണാണ് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള കൂണുകൾ ചൈനയിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ ഇവിടെ ഓരോ സെക്ഷൻ ഓരോ തരത്തിലുള്ള സാധനങ്ങളായിരുന്നു. പല ചിക്കനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്ത് സാധനം വേണേലും ഇവിടെ കിട്ടും. കോഴിയുടെ വിരലുകൾ സെപ്പറേറ്റ് വേണമെങ്കിൽ അതുണ്ട്. എന്താ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ വിരൽ, ഇതുണ്ടോ മീനുണ്ട്, ഉണക്ക മീനാണ് കേട്ടോ ഇത്. ഇതാ പിന്നെ നമ്മുടെ കടൽ മത്സ്യങ്ങൾ അത്ര വെറൈറ്റി ഒന്നുമില്ല. ഇതുണ്ടോ പാമ്പാട അങ്ങനെയൊക്കെയുള്ള. ഇത് നമ്മളൊരിക്കലും ഇവിടുന്ന് മേടിക്കാറില്ല കേട്ടോ. ഇതുണ്ടോ കോഴിയുടെ വിരലുകൾ ഉണ്ടോ, അത് പിന്നെ ചൈനീസുകാർക്കൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരുപാട് വലിപ്പമുണ്ട്. അവിടെ നിന്ന് ഞാൻ പന്നിയിറച്ചി കിട്ടുന്ന കടയാട്ടോ. പന്നിയിറച്ചിനെ അല്ല നോക്കിയേ, പന്നിയിറച്ചി കച്ചവടം ചെയ്യുന്ന സുന്ദരികളായ പെൺകുട്ടികളാണ് അവിടെയുള്ളത്. ഇവിടുത്തെ പന്നിയിറച്ചിയൊക്കെ കാണാൻ വേണ്ടി നല്ല വൃത്തിയാണ്. എല്ലാവരും നല്ല സുന്ദരികളല്ലേ. പന്നിയിറച്ചി കച്ചവടം നടക്കുന്ന ആൾക്കാരെല്ലാം നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെയാണ് കാണാൻ പറ്റിയത്. ഇവിടെ നൂഡിൽസ് കച്ചവടം നടത്തുന്ന അവിടെയും സുന്ദരിയായ ഒരു കണ്ണാടിക്കുട്ടീനെ നമുക്ക് കാണാൻ പറ്റും. കണ്ണാടിക്കുട്ടി തിരക്കില്ല. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ പലചരക്ക് സാധനങ്ങളും ഉണക്കമീൻ എല്ലാ സാധനവും ഉണ്ട്. നോക്കിയേ വെളുത്തുള്ളി, ചൈനീസ് വെളുത്തുള്ളി ഇങ്ങനെയാണ് കേട്ടോ. ഇഞ്ചിയുടെ വലിപ്പം നിങ്ങൾ നോക്കിക്കേ, എന്തൊരു വലിയ ഇഞ്ചിയാണെന്നറിയാവോ, ഭയങ്കര വലിപ്പമുള്ള ഇഞ്ചിയാണ്. അങ്ങനെ എല്ലാ പലചരക്ക് സാധനങ്ങളും അല്ലേ. ഇത് കണ്ടില്ലേ, ഇതും ഇഞ്ചിയാട്ടോ. ഇഞ്ചി വലിയ സവോളയാട്ടോ. ഇവിടുത്തെ സവോള എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള സവോളയാണ്. അപ്പം എനിക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. കൊച്ചിനെ കൊണ്ട് എനിക്ക് ഹായ് പറയിപ്പിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഓറഞ്ചിൻ്റെ സീസണാണ് കേട്ടോ. എന്താ മധുരം എന്നറിയോ ചൈനയിലെ ഓറഞ്ചിന്. നല്ല കുഞ്ഞ് ഓറഞ്ച്, ഇതിങ്ങനെ ഇലയോടുകൂടി പറിച്ച് വന്നിട്ടുണ്ടാവും. ശരിക്കും അത് ടേസ്റ്റ് ചെയ്യാനൊക്കെ എന്തോ ഒരു രസമാണെന്നറിയോ. നല്ല മധുരമാണ് ഇവിടുത്തെ ഓറഞ്ചിന്. സ്ട്രോബെറി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ്. പക്ഷേ 250 രൂപയൊക്കെ ഉണ്ട് അര കിലോയ്ക്ക്. പക്ഷെ നല്ല അടിപൊളി സ്ട്രോബെറി ആട്ടോ. സ്ട്രോബെറി ഗാർഡനിലൊക്കെ പോയി നമുക്ക് അതുപോലെ പറിച്ചെടുത്തിട്ട് വരാം. ഇവിടെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ചൈനയിൽ. അത്ര വിലയൊന്നുമില്ല, വിലയൊക്കെ കുറവാണ്. ഇപ്പോൾ 60 രൂപ അര കിലോയ്ക്ക് ഈ കുഞ്ഞു ഓറഞ്ചിന്, ഈ ഒരു കുഞ്ഞു ഓറഞ്ച്. ഇവർ ഇതുപോലെ ബോക്സുകളാക്കി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ഈ ന്യൂ ഇയർ സമയത്ത് ഇവർ ഇങ്ങനെ ഓരോ വലിയൊരു ബോക്സൊക്കെ ആയിട്ടാണ് ഇവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എല്ലാം സ്ട്രോബെറി ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന അടിപൊളി കാഴ്ചയാണ്. ഇതുണ്ടോ ചക്ക ഉണ്ടോ? നമ്മുടെ സ്വന്തം ചക്ക 80 രൂപ അര കിലോയ്ക്കെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ കുറേ ചക്ക ഇവിടെയും വെച്ചിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് എത്ര വേണേലും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. എനിക്ക് ഓറഞ്ചാണ് ഏറ്റവും ഇഷ്ടം. അടിപൊളി ഓറഞ്ചാണ്. സുന്ദരിയായ കടക്കാരത്തിയാണ് ഓറഞ്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ജാട ഇട്ട് നോക്കിയാൽ പാവം ഒരു അപ്പാപ്പൻ നോക്കിക്കേ. അപ്പാപ്പൻ്റെ വണ്ടിയിൽ വന്നത് അവിടെ ഒരു ചൈനക്കാരത്തി പെൺകുട്ടി കളിക്കുന്ന കാഴ്ചയും കാണാം. അങ്ങനെ എനിക്കൊരു അമ്മച്ചീനെ കിട്ടി. അമ്മച്ചിയോടൊക്കെ ഞാൻ ഇച്ചിരി വർത്താനൊക്കെ പറയുമായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ്. ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.